ഓണത്തിന് മുൻപ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 1,00,000 പേർക്ക് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട MLA IB സതീഷിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽദാതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു. കാട്ടാക്കട മണ്ഡലത്തിൽ 4,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടാക്കടയിലെ പ്രധാന തൊഴിൽദാതാക്കളിൽ ഒരാളായ പങ്കജ് കസ്തൂരി മാനേജിംഗ് ഡയറക്ടർ ഹരീന്ദ്രൻ നായരുമായാണ് MLA കൂടിക്കാഴ്ച നടത്തിയത്. ഇത് സംബന്ധിച്ച് MLAയുടെ കത്ത് കൈമാറി. ഈ കത്തിൽ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ എത്ര പേർക്ക് തൊഴിൽ നൽകാൻ തൊഴിൽദാതാവിന് കഴിയുമെന്ന വിവരം അറിയിക്കാൻ സാധിക്കും. ഇത് പ്രത്യേക ഡാറ്റാ ബാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രധാന തൊഴിൽദാതാക്കളെ പൂർണ്ണമായും സന്ദർശിച്ചു കഴിയുമ്പോൾ എത്ര തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും അറിയാനും സാധിക്കും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹകരണവും കൂടെ നിൽക്കുക, ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം പണ്ട് മുതലേ. അപ്പം ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നമുക്ക് എത്ര തന്നെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും സഹകരിക്കാൻ നോക്കാറുണ്ട്. അതും ഉറപ്പായിട്ടും ഇതിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ കാട്ടാക്കട പഞ്ചായത്തിൽ 1,00,000 പേര് 4,000 പേര് ഉദ്ദേശിക്കുമ്പോൾ മണ്ഡലത്തിൽ ഉദ്ദേശിക്കുമ്പോൾ ഒരു 2 പേർക്കെങ്കിലും 5 പേർക്കെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ 487 തൊഴിൽദാതാക്കൾക്ക്, തൊഴിലന്വേഷകർക്ക് തൊഴിൽ കണ്ടെത്തുക എന്ന ദൗത്യമാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ പങ്കജ് കസ്തൂരി MD പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായരുടെ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജകമണ്ഡലം MLA മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഈ തൊഴിലന്വേഷകരുടെ 4,000-ഓളം പേരെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലതലത്തിലുള്ള ഉദ്ഘാടനം ഇന്നിപ്പോൾ നിർവഹിക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്ത് ഇന്നിപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗങ്ങളും കുടുംബശ്രീയുടെ പ്രവർത്തകരും കൂടി ചേർന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനകത്തുള്ള 50-60ഓളം വ്യവസായ സ്ഥാപനങ്ങളും കണ്ടെത്തി അവരോട് തൊഴിൽ അന്വേഷിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അങ്ങനെ നമ്മുടെ ഓണത്തിന് മുമ്പേ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കണ്ടെത്തിയ അടിയന്തരമായി ജോലി കൊടുക്കേണ്ടുന്ന ആളുകളായിട്ടുള്ള 487 ആളുകൾക്ക് ജോലി സമ്പാദിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽ വന്നിട്ടുള്ളത്. അതിന് കാട്ടാക്കട നിയോജകമണ്ഡലം MLAയുടെ നേതൃത്വവും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ സഹകരണവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട്, കുടുംബശ്രീയുടെ അടക്കം സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മേഖലയിൽ കണ്ടെത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് ഗുണപ്രദമായി മാറുന്ന ആളുകളെ ജോലിക്ക് കയറ്റുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ കടമ ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും എന്നത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.